ലോകത്തിലെ ഏറ്റവും സുരക്ഷിതമെന്ന് കരുതപ്പെടുന്ന നഗരങ്ങളിലൊന്നായ സിഡ്നിയിലെ തിരക്കേറിയ ബോണ്ടി ബീച്ച് പ്രദേശം ചോരയിൽ കുതിർന്ന ഒരു ദിനമായിരുന്നു അത്. ഭീതിയുടെ നിഴലിൽ ഒരു ജനത മുഴുവൻ ശ്വാസം അടക്കി പിടിച്ചു നിന്നപ്പോൾ സ്വന്തം ജീവൻ തൃണവൽക്കരിച്ചുകൊണ്ട് ഒരു മനുഷ്യൻ നടത്തിയ പോരാട്ടം ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യുകയാണ്. സിറിയൻ കുടിയേറ്റക്കാരനായ അഹമ്മദ് അൽ അഹമ്മദ് എന്ന മുൻ പോലീസ് ഉദ്യോഗസ്ഥൻ നടത്തിയ ആ ധീരകൃത്യം കേവലം ഒരു വാർത്തയല്ല, മറിച്ച് മനുഷ്യത്വത്തിന്റെ അതിരുകളില്ലാത്ത കരുത്തിന്റെ അടയാളമാണ്. സിഡ്നിയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ബോണ്ടി ബീച്ചിന് സമീപം സാജിദ് അക്രം എന്ന തോക്കുധാരി നടത്തിയ അപ്രതീക്ഷിത ആക്രമണം ഓസ്ട്രേലിയയെ ഞെട്ടിച്ചു. യാതൊരു പ്രകോപനവും ഇല്ലാതെ ജനക്കൂട്ടത്തിന് നേരെ റൈഫിൾ ഉപയോഗിച്ച് വെടിയുതിർത്ത അക്രമി 15 പേരുടെ ജീവനാണ് അപഹരിച്ചത്. കുഞ്ഞുങ്ങളും സ്ത്രീകളും അടങ്ങുന്ന ജനക്കൂട്ടം ഭയന്നോടുമ്പോൾ അവിടെ രക്ഷാപ്രവർത്തനം നടത്തുക എന്നത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം വെല്ലുവിളിയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് സാധാരണക്കാരനായ ഒരു പച്ചക്കറി വ്യാപാരി ചരിത്രത്തിന്റെ ഭാഗമാവുന്നത്. സിറിയയിലെ ഒരു പ്രവേശിയിലെ ഗ്രാമത്തിൽ നിന്നാണ് അഹമ്മദ് 2007 ഓസ്ട്രേലിയക്ക് കുടിയേറുന്നത്. സ്വന്തം നാട്ടിൽ പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന അദ്ദേഹം യുദ്ധക്കെടുതികൾ ഭയന്നാണ് സമാധാനം തേടി കടൽ കടന്നത്. സിഡ്നിയിൽ എത്തിയ ശേഷം കഠിനാധ്വാനം ചെയ്ത് ഒരു പച്ചക്കറി കട നടത്തി വരികയായിരുന്നു അദ്ദേഹം. വർഷങ്ങൾ കടന്നുപോയെങ്കിലും ഉള്ളിലെ പഴയ പോലീസ് ഉദ്യോഗസ്ഥന്റെ ജാഗ്രതയും ധൈര്യവും അദ്ദേഹത്തെ വിട്ടുപോയിരുന്നില്ല. ആക്രമണം നടന്നുകൊണ്ടിരിക്കെ മറ്റുള്ളവരെ പോലെ സുരക്ഷിത സ്ഥാനത്തേക്ക് ഓടിപ്പോകാൻ അഹമ്മദിന് കഴിയുമായിരുന്നു. എന്നാൽ തന്റെ കൺമുന്നിൽ മനുഷ്യർ പിടഞ്ഞു വീഴുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഒളിച്ചോടാൻ തയ്യാറായില്ല. തോക്കിന് മുന്നിൽ നിൽക്കുന്ന അക്രമിയെ നേരിടാൻ അദ്ദേഹം തിരഞ്ഞെടുത്തത് ബുദ്ധിപരമായ നീക്കമായിരുന്നു. പാർക്ക് ചെയ്തിരുന്ന കാറുകൾക്ക് പിന്നിലുള്ള ഒളിഞ്ഞു നീങ്ങിയ അഹമ്മദ് അക്രമി തന്റെ തോക്കിന്റെ നിരകൾ നിറയ്ക്കുന്ന ആ നിമിഷം നോക്കി പിന്നിലൂടെ പാഞ്ഞെടുത്തു. അക്രമിയെ പിന്നിൽ നിന്നും കീഴ്പ്പെടുത്താൻ ശ്രമിച്ച അഹമ്മദും സാജിദ് അക്രമും തമ്മിൽ കടുത്ത മൽപ്പിടുത്തം നടന്നു. തോക്ക് പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിനിടയിൽ അക്രമി അഹമ്മദിന് നേരെ 5 തവണ വെടിയുതിർത്തു. കൈക്കും തോളിലുമായി 5 വെടിയുണ്ടകൾ തുളച്ചു കയറിയിട്ടും അഹമ്മദ് പിടിവിട്ടില്ല. തന്റെ വേദനയേക്കാൾ മറ്റുള്ളവരുടെ ജീവനാണ് വലുതെന്ന് അദ്ദേഹം ഉറച്ചു വിശ്വസിച്ചു. ഒടുവിൽ അക്രമിയുടെ കയ്യിൽ നിന്നും റൈഫിൾ ബലമായി പിടിച്ചു വാങ്ങിയതോടെ വലിയൊരു ദുരന്തം അവിടെ അവസാനിച്ചു. തോക്ക് നഷ്ടപ്പെട്ട അക്രമിക്ക് പിന്നീട് കൂടുതൽ പേരെ ഉപദ്രവിക്കാൻ കഴിഞ്ഞില്ല. ഇതിനിടയിൽ പോലീസ് എത്തുകയും അക്രമി കൊല്ലപ്പെടുകയും ചെയ്തു. അഹമ്മദിന്റെ ധീരത പുറം ലോകം അറിഞ്ഞതോടെ സഹായ പ്രവാഹമാണ് അദ്ദേഹത്തെ തേടിയെത്തിയത്. ഗുരുതരമായി പരിക്കേറ്റ സെന്റ് ജോർജ് ആശുപത്രിയിൽ കഴിയുന്ന അദ്ദേഹത്തെ സഹായിക്കാൻ ലോകമെമ്പാടുമുള്ള ആളുകൾ സന്നദ്ധരായി. ക്രൗഡ് ഫണ്ടിംഗ് പ്ലാറ്റ്ഫോമുകൾ വഴി നടത്തിയ ധനസമാഹരണത്തിൽ ഇതുവരെ 22 കോടിയിലധികം രൂപയാണ് സമാഹരിക്കപ്പെട്ടത്. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 43,000 പരം ആളുകൾ ഈ ഉദ്യമത്തിൽ പങ്കാളികളായി. അമേരിക്കൻ ശതകോടീശ്വരനായ ബിൽ അക്മാൻ ഏകദേശം 55 ലക്ഷം രൂപ സംഭാവന നൽകിയത് വലിയ വാർത്തയായിരുന്നു. സിറിയൻ വംശജനായ അഹമ്മദിന് ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് ജൂത സമൂഹം ണെന്നതും ശ്രദ്ധേയമാണ്. മതത്തിനും വംശത്തിനും അപ്പുറം മനുഷ്യത്വത്തിനാണ് തങ്ങൾ വില കൽപ്പിക്കുന്നതെന്ന് ഈ സഹായത്തിലൂടെ അവർ തെളിയിച്ചു. തന്നെ തേടിയെത്തുന്ന ഈ വലിയ തുക കണ്ട് അമ്പരന്ന അഹമ്മദ് ചോദിക്കുന്നത് ഒന്ന് മാത്രം: ഇതൊക്കെ ഞാൻ അർഹിക്കുന്നുണ്ടോ? തന്റെ കടമ മാത്രമാണ് താൻ ചെയ്തതെന്ന വിനയമാണ് അദ്ദേഹത്തെ ഒരു യഥാർത്ഥ ഹീറോയാക്കുന്നത്. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി അൽബനീസ് നേരിട്ട് ആശുപത്രിയിലെത്തി അഹമ്മദിനെ സന്ദർശിച്ചത് വലിയ പ്രാധാന്യം നേടി. നിങ്ങൾ ഓരോ ഓസ്ട്രേലിയക്കാരന്റെയും ഹീറോയാണെന്ന് പ്രധാനമന്ത്രി അദ്ദേഹത്തോട് പറഞ്ഞു. അഹമ്മദിന്റെ ധീരതയോടുള്ള ആദരസൂചകമായി ബോണ്ടി ബീച്ചിൽ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യം സോഷ്യൽ മീഡിയയിൽ ശക്തമാണ്. കൂടാതെ അദ്ദേഹത്തിന് ഓസ്ട്രേലിയയിലെ പരമോന്നത സിവിലിയൻ ബഹുമതി നൽകണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. ആക്രമണം നടത്തിയ സാജിദ് അക്രം സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ കൊല്ലപ്പെട്ടു. എന്നാൽ ഈ സംഭവത്തിൽ ഗൂഢാലോചന ഉണ്ടോ എന്ന അന്വേഷണത്തിലാണ് പോലീസ്. ആക്രമണത്തിനിടയിൽ പരിക്കേറ്റ സാജിദിന്റെ മകൻ നവീദ് ഇപ്പോൾ പോലീസ് കാവലിൽ ആശുപത്രിയിലാണ്. കോമ സ്റ്റേജിൽ കഴിയുന്ന ഇയാൾക്കെതിരെ 15 പേരെ കൊലപ്പെടുത്തിയ കുറ്റത്തിന് കേസെടുത്തിട്ടുണ്ട്. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങളെ സഹായിക്കാനും ഇപ്പോൾ വലിയ തോതിലുള്ള ധനസമാഹരണം നടക്കുന്നുണ്ട്. എങ്കിലും അഹമ്മദ് അൽ അഹമ്മദ് എന്ന മനുഷ്യൻ നടത്തിയ ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ മരണസംഖ്യ ഇനിയും ഉയരുമായിരുന്നുവെന്ന് അധികൃതർ സമ്മതിക്കുന്നു. അഹമ്മദ് അൽ അഹമ്മദ് എന്ന നാമം ഇന്ന് ധീരതയുടെ പര്യായമാണ്. യുദ്ധം തകർത്ത സിറിയയിൽ നിന്നും സമാധാനം തേടി വന്ന ഒരാൾ തന്നെ സ്വീകരിച്ച രാജ്യത്തെ ജനങ്ങളെ രക്ഷിക്കാൻ സ്വന്തം ചോര ചിന്തിയത് വലിയൊരു പാഠമാണ്. തോക്കിനും വെടിയുണ്ടകൾക്കും തകർക്കാൻ കഴിയാത്തത് മനുഷ്യത്വമാണെന്ന് അദ്ദേഹം ലോകത്തിന് കാണിച്ചു കൊടുത്തു. വംശീയതയും മതവിദ്വേഷവും ലോകത്തെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അഹമ്മദിനെ പോലെയുള്ളവർ പ്രത്യാശയുടെ വെളിച്ചമായി മാറുന്നു. സിഡ്നിയിലെ ആശുപത്രി കിടക്കയിൽ നിന്ന് പൂർണ്ണ ആരോഗ്യവാനായ അഹമ്മദ് തിരിച്ചു വരുന്നത് കാത്തിരിക്കുകയാണ് ഒരു ലോകം മുഴുവൻ. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം ലോകം നൽകിക്കഴിഞ്ഞു. അതെ, അഹമ്മദ്, നിങ്ങൾ ഇതിലും വലിയ ആദരവുകൾ അർഹിക്കുന്നു.